തൃശ്ശൂർ പാലക്കാട് പോകുന്ന ഒരു അടിപൊളി ട്രെയിനായിട്ടോ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ ട്രെയിൻ എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ. സ്റ്റുഡൻസിനായാലും ഓഫീസിൽ നിന്ന് പോകുന്നവർക്കായാലും ഒരു മെമു ആണ് കേട്ടോ നമ്മൾ പോകുന്നത്. മെമു എന്ന് പറയുമ്പോൾ നമുക്ക് തൃശ്ശൂർ ഈ കേരളം ഒരു സൈഡിൽ മാത്രമേ നമുക്ക് മെമു ഉള്ളൂ. കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെമോ ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു മെമു യാത്രയാണ് ഇന്ന് ഞാൻ പോകുന്നത്. യൂഷ്വലി വണ്ടിയിൽ സ്ഥിരം തിരക്കാണ് കണ്ടുവരുന്ന ഒരു പതിവ്. പക്ഷേ ഇന്ന് എനിക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയില്ല. ഞാനിപ്പോൾ തൃശ്ശൂർ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് തൃശ്ശൂർ സ്റ്റേഷൻ ബാക്ക് എൻട്രൻസിലാണ് കയറുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങാം. ഫ്രണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് തന്നെ സീറ്റ് കിട്ടുന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് വരുന്ന കേരള എക്സ്പ്രസ് ആട്ടോ നിങ്ങൾ കാണുന്നത്. ഇന്ന് യൂഷ്വലി ഡിലേ ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് ഒരു 3:48 ആകുമ്പോഴേക്കും നമ്മുടെ തൃശ്ശൂർ സ്റ്റേഷനിൽ കയറിയിരിക്കുകയാണ്. പണ്ട് ഈ ജനശതാബ്ദിയൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ സ്ഥിരമായിട്ട് ചെറുപ്പത്തിൽ ഞാനും അമ്മയച്ഛനൊക്കെ വന്നുകൊണ്ടിരുന്ന ട്രെയിനാട്ടോ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെ. ഞാനിതൊരു ഫുൾ 20 ജേണി നടത്തിയിട്ടില്ലെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രെയിനാണ്. ഒരു അത്യാവശ്യം സൂപ്പർ ഫാസ്റ്റ് തന്നെ ആണെങ്കിലും എല്ലായിടത്തും ഇറങ്ങാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇറങ്ങിയിട്ട് വരാൻ പറ്റുന്ന ഒരു ട്രെയിൻ തന്നെയാട്ടോ ഇത്. ന്യൂഡൽഹി കേരള സൂപ്പർ ഫാസ്റ്റ് ഒരു മോസ്റ്റ് പ്രസ്റ്റീജിയസ് ട്രെയിനാണ്. സൗത്ത് റെയിൽവേയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ഒരു ട്രെയിനാണ് കേട്ടോ. ഈ മെമു ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പോയിട്ടുള്ളതാട്ടോ. ഒരു വട്ടം ഞാൻ ഇവിടെ നിന്ന് ഒറ്റപ്പാലം വരെ പോയിട്ടുണ്ട്. എത്ര സ്റ്റോപ്പിൽ നിന്നാൽ പോലും ഒരു 40-45 ടു 1 മണിക്കൂറിനകത്താട്ടോ നമ്മളെല്ലാ സ്ഥലത്ത് എത്തിച്ചേരാൻ അറിയും മെമു. നല്ലൊരു ട്രെയിൻ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ രണ്ടാമതൊരു ട്രൈ ചെയ്യുന്നത്. വലിയൊരു എന്താ പറയുക, എനിക്കൊരു മോശം അനുഭവം തന്നെ ഉണ്ടായിട്ടില്ല. ഒരു വട്ടം കയറിയപ്പോൾ ഇത്തിരി തിരക്കുണ്ടായിരുന്നെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടിയിരുന്നു കേട്ടോ. പക്ഷേ ഈ വട്ടം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതൊരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാകുമെന്നുള്ളത് തോന്നുന്നു. എന്നാലും ഞാൻ എവിടെയെങ്കിലും ഒരു സൈഡ് പിടിച്ചിരിക്കുന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ കയറുന്നത്. നിന്നാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഒറ്റപ്പാലം വരെ ഒരു ജേണി ആസ്വദിച്ച് തന്നെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് മാക്സിമം തന്നെ കാണിച്ചു തരും. ശരിക്കും നോക്കുകയാണെങ്കിൽ സ്റ്റേഷനിൽ തിരക്ക് ഭയങ്കര കുറവാന്ന് തന്നെ പറയാം കേട്ടോ. ഈ സമയത്ത് നല്ല തിരക്കാണ് ഞാനിവിടെ എപ്പോഴും കണ്ടുവന്നിട്ടുള്ളത്. ഞാൻ സ്റ്റേഷനിൽ തിരക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ UTC ടിക്കറ്റ് എടുത്ത്. കഴിഞ്ഞ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സ്റ്റേഷൻ ടിക്കറ്റാണ് കാണിച്ചത്. നമുക്ക് UTS എന്ന് പറഞ്ഞാൽ ആപ്പ് ഉണ്ട് കേട്ടോ. അൺറിസർവ്ഡ് ടിക്കറ്റിംഗ് സിസ്റ്റം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. നമുക്കിതുപോലെ അൺറിസർവ് ചെയ്തുള്ള യാത്രയൊക്കെ അതിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് ട്രാവൽ ചെയ്യാം കേട്ടോ. വളരെ ഈസിയാണ്. ഒരു IRCTC അക്കൗണ്ട് ഉണ്ടായാൽ മതി. അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ വെച്ച് നമുക്ക് UTSൽ കയറി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺറിസർവ്ഡ് ടിക്കറ്റ് സുഖമായിട്ട് എടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഒറ്റപ്പാലം വരെ പോകാൻ വന്നൊരു ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു 15 രൂപ ഏതാണ്ടൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അത് ഈ മെമുവിൽ ഇത്രയും രൂപയ്ക്ക് നമുക്ക് ട്രാവൽ ചെയ്യാന്നുള്ളതിന് വലിയ കാര്യം കേട്ടോ. അത് നമുക്ക് UTSൽ തന്നെ കുറേ ഓപ്ഷൻ ഉണ്ട്. മെയിൽ എക്സ്പ്രസ്സിൽ എടുക്കാം, സൂപ്പർ ഫാസ്റ്റിന് എടുക്കാം, അന്ത്യോദയ എന്ന് പറഞ്ഞൊരു ട്രെയിനിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓർഡിനറി ആട്ടോ. ഇങ്ങനത്തെ ഒരു ക്ലാസസ് ഓഫ് ട്രെയിൻ വരുന്ന ഓർഡിനറിയിലാണ്. സോ അതിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ നിലവിൽ നമുക്ക് അടിപൊളി യാത്ര നടത്താം കേട്ടോ. പരസ്യം പൊട്ടിച്ച് വരുന്ന ജനശതാബ്ദി ആയിട്ടോ നിങ്ങൾ കാണുന്നത്. നമ്മുടെ കേരളത്തിൽ മാത്രമേ കേട്ടോ ഈ ഒരു ജനശതാബ്ദിയുടെ കുഴപ്പം. പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല പക്ക പുതിയ LHB കോച്ചാണ് ജനശതാബ്ദിക്ക് കൊടുത്തിരിക്കുന്നത്. വണ്ടി ഓടുന്ന 20 മിനിറ്റ് ലേറ്റ് ആട്ടോ. 3:20 വരേണ്ട വണ്ടിയാണ്. 20-30 മിനിറ്റ് ലേറ്റ് ആണ് ജനശതാബ്ദി വന്ന് കാണുന്നത് നമ്മുടെ JS. അപ്പോൾ നിങ്ങളാ കാണുന്നത് 4th പ്ലാറ്റ്ഫോം ആട്ടോ. ഇത് നമുക്ക് 3rd കുറച്ച് നീങ്ങിയിട്ടാണുള്ളത്. കുറച്ച് ബാക്കിലായിട്ടാണ് ഈ പ്ലാറ്റ്ഫോം ഉള്ളത്. അവിടെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന തൃശ്ശൂർ കോഴിക്കോട് പാസഞ്ചർ ആട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് 5 മണിക്ക് എടുക്കും. അതേപോലെ തന്നെ നമുക്ക് രാത്രി ഇവിടെ ഷൊർണൂർ തൃശ്ശൂർ പാസഞ്ചറും വരാൻ കേട്ടോ. അത്യാവശ്യം ചെറിയ ചെറിയ ട്രെയിനുകളൊക്കെ നമുക്ക് ഇവിടെ പിടിച്ചിടാറുണ്ട്. പിന്നെ ഈ ലൈൻ ബിസി ആവുന്ന സമയത്ത് ചില സമയത്ത് JS ഒക്കെ 4th വന്നിട്ടുണ്ട് കേട്ടോ. അതും നമുക്ക് അവിടെ നിന്ന് മാറി കയറി പോകാൻ പറ്റും. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് എത്താൻ. ബാക്കിൽ നിന്ന് തന്നെ കയറി ഇറങ്ങേണ്ടി വരും. ഇപ്പം ദൂരത്തിൽ നിങ്ങൾ കാണുന്ന ബാക്കിലേക്ക് പോകുന്ന സംഭവം എന്ന് പറയുന്നത് ലോക്കോ ആട്ടോ. ട്രാക്ക് മെയിൻ്റനൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലോക്കോയാണ്. അതിപ്പോൾ കുറച്ച് കാലമായിട്ട് തൃശ്ശൂരിൽ അത് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ട്രാക്ക് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്പീഡിൻ്റെ ഒരു ഇഷ്യൂവിന് വേണ്ടിയിട്ട് തന്നെ ട്രാക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുക അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2-3 മാസമായി ഈ സംഭവം ഇവിടെ ഉണ്ട്. ഇങ്ങനെ 20 മണിക്കൂർ റീഷെഡ്യൂൾ ആയിട്ട് വന്ന രാജധാനി എക്സ്പ്രസ് ആട്ടോ കാണാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ യാത്രക്കാരൻ അനുഭവിച്ചൊരു ബുദ്ധിമുട്ടല്ലേ. രാജധാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീമിയം ട്രെയിനൊക്കെ റീഷെഡ്യൂൾ ചെയ്ത്, പക്ഷെ കൊങ്കൺ റെയിൽവേയുടെ ഒരു എന്തെങ്കിലും കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ റീഷെഡ്യൂൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ യാത്രക്കാരുടെ ഒരു ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ട് നമ്മളിത് അനുഭവപ്പെടുന്നത്. 20 മിനിറ്റ് ലേറ്റ് ആയിട്ട് വരുന്ന ട്രെയിനാട്ടോ ഗൈസ് നിങ്ങൾ കാണുന്നത്. ഇന്ന് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല തിരക്കാണ് ട്രെയിനിൽ കയറാൻ നിൽക്കുന്നത്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. പ്രതീക്ഷയിലും കൂടുതൽ തിരക്കായിരുന്നു. കാരണം അവിടെ നിന്ന് വരുന്ന ആൾക്കാരും കൊച്ചി സൈഡിൽ നിന്നും വരുന്ന ആൾക്കാരും തൃശ്ശൂരിൽ നിന്നും കുറേ പേര് ഈ ട്രെയിനിൽ കയറിയോണ്ട് തന്നെ യൂഷ്വലി നല്ലൊരു തിരക്കായിരുന്നു കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടി ഒന്ന് കയറി അകത്ത് സെറ്റിലാവാൻ.
അങ്ങനെ ആ തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഞാനൊന്ന് അകത്ത് കയറി ഒന്ന് സെറ്റിലാവാൻ നോക്കിയിട്ടോ. പക്ഷേ മര്യാദയ്ക്ക് സെറ്റിലാവാൻ പറ്റിയില്ലെങ്കിലും ഒരുവിധം നിൽക്കാൻ പറ്റിയിട്ടോ. നിന്നപ്പോഴത്തേക്കും നമുക്ക് ട്രെയിൻ എടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് കേട്ടോ. ഈ മെമു ട്രെയിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തൊരു 2 മിനിറ്റ് തന്നെ നമുക്ക് നല്ല സ്പീഡ് കൈവരിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് കേട്ടോ ഈ മെമു എന്ന് പറയുന്നത്. ഇലക്ട്രിക്കലാണ് മെയിനായിട്ട് മെമു ഓടുന്നത്. നമുക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഡെമുവും കാണാൻ പറ്റുന്നുണ്ടോ. നമ്മുടെ നാട്ടിൽ മെമു മാത്രമേ ഉള്ളൂ. അങ്ങനെ യാത്രയൊക്കെ തുടങ്ങി ഞാൻ കാഴ്ചകളൊന്ന് ആസ്വദിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് വീഡിയോ എടുക്കാനായിട്ട് സ്പോട്ടിൽ നിൽക്കാനാണ് കേട്ടോ. തിക്ക് തിരക്കായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ പോകുന്ന സ്റ്റേഷനിലെത്തിയത് തന്നെ ആൾക്കാർ കുറച്ച് ഇറങ്ങിയെങ്കിലും അതിൻ്റെ ഇരട്ടി ആൾക്കാരായിട്ടോ കയറിയത്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ പേടിച്ചു. പക്ഷേ എന്നാലും കാഴ്ചകൾക്ക് വേണ്ടി ഞാൻ അപ്പോഴത്തേക്കും ഒന്ന് പ്രോപ്പറായിട്ടുള്ള സ്ഥലം പിടിക്കുക എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ നിന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് ഒരു സ്ഥലം കിട്ടി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നേരെ ക്യാമറ ഓൺ ചെയ്താണ് അടുത്ത പരിപാടി ആയിരുന്നത്. പിന്നെ ഞാൻ അങ്ങനെ കാഴ്ചകൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങി കേട്ടോ. ഈ മെമു ട്രെയിൻ എന്ന് പറയുന്നത് ആഴ്ചയിൽ 6 ദിവസമാണ് കേട്ടോ സർവീസ് നടത്തുന്നത്. തിങ്കൾ മുതൽ ഞായർ വരെയാണ് സർവീസ്. ചൊവ്വാഴ്ച ഈ വണ്ടിക്ക് സർവീസ് ഇല്ല കേട്ടോ. എറണാകുളം തുടങ്ങി പാലക്കാട് വരെ പോകുന്നവർക്ക് ഈ 6 ദിവസങ്ങൾ ഈ ട്രെയിൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ വെള്ളിയാഴ്ച ആവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്ന ഇരട്ടി തിരക്ക് തന്നെയായിരുന്നു കേട്ടോ ട്രെയിനിലുണ്ടായിരുന്നത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ നിറഞ്ഞ് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് അടുത്ത സ്റ്റേഷനായ മുളകുന്നത്താവിലേക്ക് കേട്ടോ ട്രെയിൻ എത്തിച്ചേർന്നത്. മുളകുന്നത്താവിൽ കുറച്ച് പേര് ഇറങ്ങിയെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു തിരക്ക് കുറയുന്നു. പക്ഷേ ഇല്ല കേട്ടോ, അതിൻ്റെ ഇരട്ടി തന്നെ നമുക്ക് കുട്ടികളായാലും ജോലിക്ക് വന്നവരും പോകുന്നവരായാലും കയറ് തന്നെ കേട്ടോ വണ്ടിയിൽ ചെയ്തിരുന്നത്. അവിടെ നിന്ന് നമുക്ക് 2 മിനിറ്റ് ആട്ടോ ഈ വണ്ടിക്ക് എല്ലാ സ്റ്റേഷനിലുള്ള ഹോൾട്ട്. പക്ഷേ ഇവിടെ ഒരു 5 മിനിറ്റ് വണ്ടി നിർത്തിയിട്ടിരുന്നു. സിഗ്നൽ കാണാമെന്നുള്ളതിനും പേടിക്കുന്ന സമയത്താണ് കറക്റ്റായിട്ട് ഹോണടി കേട്ട് നമ്മളവിടെ നിന്ന് നീങ്ങി തുടങ്ങിയത് കേട്ടോ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ മനോഹരമായ പാടങ്ങളും പിന്നെ ഗഡ് സെക്ഷനിലേക്ക് കയറാൻ പോകട്ടെ. മുളകത്ത് കഴിഞ്ഞ് വടക്കാഞ്ചേരിയൊക്കെ എത്തുന്ന സമയത്താട്ടോ നമുക്ക് ട്രെയിൻ ഗാർഡ് സെക്ഷനിലോട്ട് കയറി തുടങ്ങാം. പക്ഷേ അതിന് മുന്നേ തന്നെ നമുക്ക് നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെ ഇതിലേക്ക് പകർത്താൻ പറ്റി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് എടുത്തപ്പോൾ തന്നെ കറക്റ്റ് ഒരു സ്ഥലത്തുനിന്ന് നിൽക്കുക കേട്ടോ ചെയ്തത്. അവിടെ നിന്ന് എനിക്ക് ഫുൾ കാഴ്ചകളായിരുന്നു പിന്നെ അങ്ങോട്ട് കിട്ടിയിരുന്നത്. പിന്നെ ഈ റൂട്ടിൽ പോകുന്ന എല്ലാ ട്രെയിനുകളും തന്നെ കുറച്ച് സ്പീഡ് കുറച്ചാട്ടോ പോകുക. കാരണം ഗ്രേഡിയനുള്ള സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം സ്പീഡ് എടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ട്രെയിനാണ് ഉള്ളതിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ഇടയ്ക്കുള്ള സ്ട്രെച്ചിൽ സ്പീഡ് എടുക്കുന്ന പോലെ തോന്നിയത്. പക്ഷെ നമ്മൾ ആയതാണ്ടൊക്കെ ഗ്രേഡിൻ്റെ എത്താവുന്ന സമയത്ത് തന്നെ ട്രെയിൻ പതുക്കെ ഒന്ന് സ്ലോ ആയി തുടങ്ങി കേട്ടോ. സ്ലോ ആയി തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ സ്പെഷ്യലി സ്ലോറുള്ള സിഗ്നൽ കിട്ടാണ്ടാവും കേട്ടോ. ഒരു വട്ടം സിഗ്നൽ ഇങ്ങനെ കിട്ടാണ്ട് ഈ ട്രെയിൻ 1-2 മണിക്കൂർ ഇങ്ങനെ ഈ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു കേട്ടോ. അപ്പോൾ അതാണെന്ന് പേടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് നമുക്ക് സ്റ്റേഷൻ്റെ ഔട്ടറിലോട്ട് എത്തിയത് കേട്ടോ. ഔട്ടറിലോട്ട് എത്തുമ്പോൾ തന്നെ വണ്ടി ഭയങ്കര സ്ലോ ആയിട്ടാണ് കയറി തുടങ്ങിയതെങ്കിലും ഒരു മിഡിൽ ഭാഗത്തൊക്കെ ആയിട്ടോ ഈ ട്രെയിൻ എപ്പോഴും നിർത്തുക. അധികം ഫ്രണ്ടിലോട്ടും പോകില്ല, ഭയങ്കര ബാക്കിലോട്ടും പോകില്ല. കാരണം മെമു ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ അത്ര എല്ലാവരും നിർത്താം. ആ ഒരു സെക്ഷനിലാണ് വണ്ടി എപ്പോഴും നിൽക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ കയറി വണ്ടി സ്ലോ ആകുമ്പോൾ തന്നെ നമുക്ക് യൂഷ്വലി കാണാനുള്ള തിരക്കാട്ടോ കണ്ടത്. പക്ഷേ ഒരു ഭയങ്കരമായ തിരക്കൊന്നും പറയണ്ടായിരുന്നില്ല. എന്നാലും ഒരു മീഡിയം ടൈപ്പ് ആൾക്കാർ, ഒരു നമ്മൾ പ്രതീക്ഷയിലും കുറച്ച് കുറവായിട്ടാണ് ഇവിടെ നിന്ന് കയറിയെന്നെങ്കിലും കുറച്ച് അധികം ആൾക്കാർ പുറത്തിറങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിന്നിരുന്ന സ്ഥലത്ത് തന്നെ കുറച്ചുകൂടെ വീണ്ടും വേറൊരു സൈഡിലോട്ട് കംഫർട്ടബിളായിട്ട് നിൽക്കാനുള്ള രീതിക്കാട്ടോ ഞാൻ വന്ന് നിന്നത്. പക്ഷേ എനിക്ക് അപ്പോൾ സീറ്റ് ഒട്ടും കിട്ടിയിരുന്നില്ല. ലേഡീസ് കോച്ചിൻ്റെ ഉള്ളിൽ നിന്നും കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ കോച്ചുകളിൽ നിന്നും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിൽക്കണ കോച്ചിൽ നിന്നാണ് തിരക്കധികം എന്താ പറയുക കയറാതെ ഇരുന്നത് കേട്ടോ. അധികം ആൾക്കാർ ഇറങ്ങിയെങ്കിലും തിരക്കധികം കയറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഒരു പതിവില്ലാത്തൊരു 10 മിനിറ്റ് വണ്ടി ഹോൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ 2-3 മിനിറ്റാണ് നിൽക്കാറ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പതുക്കെ തന്നെ കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ വീണ്ടും വന്ന് നമ്മളെ യാത്ര തുടങ്ങി കേട്ടോ, സ്റ്റാർട്ട് ചെയ്തു.
യൂഷ്വലി അവിടെ നിന്ന് എടുക്കുന്നപ്പോൾ തന്നെ സ്പീഡ് കുറവായിട്ട് തന്നെ കേട്ടോ എടുത്തത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സെക്ഷൻ തുടങ്ങുന്നതുകൊണ്ട് തന്നെ സിഗ്നലിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെയാണ് അവിടെ നിന്ന് വണ്ടി എടുത്തത്. എടുത്ത വഴിക്ക് തന്നെ നമുക്കൊരു അവിടെ നിന്ന് അപ്പുറത്തൊരു ക്രോസിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനുവേണ്ടി നമ്മൾ നിർത്തിയിടുമെന്ന് പേടിച്ചില്ല കേട്ടോ. നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളും പാരലായിട്ട് ക്രോസ് ചെയ്ത് പോവുക ചെയ്തത് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് പോകുമ്പോഴാണ് എന്നോട് എല്ലാവരും പറഞ്ഞത് കാഴ്ചകൾ തുടങ്ങുന്ന സ്ഥലമാണ്. എല്ലാവരും പറയാൻ തന്നെ എനിക്കറിയാം. എന്നാലും ഞാൻ ഏത് സൈഡിൽ നിൽക്കണമെന്ന് ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ എനിക്ക് പറഞ്ഞു തന്നു ലെഫ്റ്റ് സൈഡിൽ വന്ന് നിന്നാലാണ് നമുക്ക് മോസ്റ്റ്ലി നല്ല കാഴ്ചകൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ആ തിക്കും തിരക്കിൻ്റെ ഇടയിൽ കൂടി ഇപ്പുറത്ത് നിന്ന് അങ്ങോട്ട് ചാടുക കേട്ടോ ചെയ്തത്. ചാടിയതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ തന്നെ സ്റ്റേഷൻ്റെ ഒരു ഔട്ടർ ഭാഗങ്ങളാണ് കണ്ടു തുടങ്ങിയത്. അവിടെ നിന്ന് നമ്മൾ പതുക്കെ രസിച്ച് വരുന്ന സമയത്താണ് നമുക്ക് നല്ല കോട മൂടിയ മലകളായിട്ട് ഓരോന്ന് കണ്ടു തുടങ്ങി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പാടവും എല്ലാം കൂടെ കാണുമ്പോൾ തന്നെ ആ ഒരു ഫ്രെയിമിൽ നിന്ന് എനിക്ക് വിട്ടു നിൽക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ ഫ്രെയിമിൽ തന്നെ ഫുൾ ടൈം ഇങ്ങനെ വീഡിയോ വെച്ചിരിക്കുന്നു കേട്ടോ. നമുക്ക് ക്യാമറ ഓഫ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല. കാരണം അങ്ങോട്ട് വെച്ചാലും ഇങ്ങോട്ട് വെച്ചാലും രണ്ട് സൈഡിൽ അടിപൊളി ഫ്രെയിമുകളാട്ടോ വന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന പോകുന്ന സമയത്താട്ടോ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഉത്തരാടിക്കാൻ എത്തിയത്. ഈ ഒരു സെക്ഷൻ ആരും മിസ് ചെയ്യില്ല കേട്ടോ. ഏതൊരു ആൾ ട്രെയിനിൽ പോകണമെങ്കിലും ഈ ഒരു സെക്ഷൻ ആരും ഫോട്ടോ എടുക്കാണ്ടോ വീഡിയോ എടുക്കാണ്ടോ പോകുന്ന എനിക്ക് തോന്നില്ല കേട്ടോ. അത്ര അടിപൊളി ഒരു സ്ട്രെച്ചാട്ടോ ഈ പോകുന്നത്. ഇവിടെ ഉത്സവം നടക്കുന്ന സമയത്തൊക്കെ ഇവിടെ ട്രെയിൻ പോകുന്നത് വന്ദേ ഭാരത് പോകുന്ന വീഡിയോസൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതും മിസ് ചെയ്യാൻ തന്നെ ഫുൾ ക്യാപ്ചർ ചെയ്യുന്നു. നമ്മുടെ ട്രെയിൻ കുറച്ചുകൂടെ വന്നപ്പോൾ നമുക്ക് അഗമല എന്ന് പറഞ്ഞ സ്ട്രെച്ചാട്ടോ കിട്ടിയത്. ഇതും അടിപൊളി തന്നെയാണ് കേട്ടോ. ഇവിടെയാണ് പക്കയായിട്ട് നമ്മൾ ഒരു ഗഡ് സെക്ഷൻ എന്ന് പറഞ്ഞ രീതിക്ക് നമ്മൾ നടുവ് കൂടെ പോകാട്ടോ. ഈ രണ്ട് സൈഡും ഫുൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് റേഞ്ചൊന്നും കിട്ടാനോ ഫോണിൽ റേഞ്ച് കിട്ടാൻ, പക്ഷേ അതൊരു ആകെ ഒരു 2-3 കിലോമീറ്ററിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ട്രെയിൻ ഒന്ന് സ്ലോ ആയിട്ടാണ് പോകുക. കാരണം നല്ല അടിപൊളി വളവുകൾ തരുവുള്ള കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടിങ്ങനെ രസിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ട്രെച്ച് തന്നെയാണ് ഇത്. പിന്നെ ട്രെയിൻ ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ക്രോസിങ് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിയിടാണെങ്കിലും ഇവിടെ ആട്ടോ നിർത്തിയിടാം. കാരണം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു ട്രാക്ക് മെയിൻ്റനൻസിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇവിടെയായിരുന്നു ട്രെയിൻ കുറച്ച് ഡിലേ ഒക്കെ വന്നിരുന്നത്. അതൊക്കെ കണ്ട് നമ്മളങ്ങനെ പതുക്കെ ഡിലേ ഒന്നും വലിയ രീതിക്കൊന്നും കിട്ടാണ് നമ്മൾ വീണ്ടും നല്ല അടിപൊളിയായിട്ട് ഭംഗി ആസ്വദിച്ച് ഫ്രണ്ടിലോട്ട് പോയിരുന്നു കേട്ടോ. ഇനി അടുത്ത നമ്മുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത് മുള്ളൂർക്കര കേട്ടോ. മുള്ളൂർക്കരയിൽ നിർത്താമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ അവിടം വരെ വലിയ ലേറ്റ് ഒന്നും ഇല്ലാണ്ടെങ്കിൽ നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റി. പിന്നെ ആ വളമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ചെറിയ മാങ്കാട് സെക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയത് കേട്ടോ. മുള്ളൂർക്കര എന്ന് പറഞ്ഞ സ്റ്റേഷനാട്ടോ എത്തിയത്. ഒരു ചെറിയ സ്റ്റേഷൻ തന്നെയാണ്. അധികം ആൾക്കാരൊന്നും ഇവിടെ നിന്ന് കയറാണ്ടായിരുന്നില്ല. ഒരു കുറച്ച് സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അവരിവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോൾ ശേഷം വണ്ടി 2 മിനിറ്റിന് ഓട്ടത്തിന് ശേഷം ഇവിടെ നിന്ന് പുറപ്പെടാൻ റെഡി ആയിട്ട് തന്നെ ആയിട്ട് എഴുന്നിരുന്നത്. അതിൻ്റെ ഇടയ്ക്കും പിന്നെ കുറച്ചുകൂടെ സിഗ്നൽ കിട്ടിയെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് അവിടെ നിന്ന് എടുത്തോട്ടോ. അവിടെ നിന്ന് എടുത്തപ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ നല്ല കാഴ്ചകൾ തന്നെയാട്ടോ കാണാൻ പറ്റിയത്. ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്തോടും നമുക്ക് നല്ല കാഴ്ചകളും കുറവൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വണ്ടി പതുക്കെ മുന്നിലോട്ട് എടുത്തപ്പോഴത്തേക്കും നമുക്ക് അടുത്ത സ്റ്റേഷനായ വള്ളത്തോൾ നഗറിലാട്ടോ നമ്മൾ എത്തിയത്. വള്ളത്തോൾ നഗറിലാണ് ഈ കേരള കലാമണ്ഡലം ഉള്ളത് കേട്ടോ. അവിടെ പോകുന്നവർക്ക് ഈ ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാം കേട്ടോ. അവിടെ ആകെ കുറച്ച് ട്രെയിനുകളൊക്കെ നിർത്തുള്ളൂ. എല്ലാവരും മെയിൻലി ബസ്സിലാണ് വരിക. കാരണം ട്രെയിൻ സ്റ്റോപ്പ് കുറവായതുകൊണ്ട് തന്നെ ഇവിടെ മെയിനായിട്ട് ഗുഡ്സൊക്കെയാണ് ഞാൻ നിർത്തിയിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ പാസഞ്ചർ പോലത്തെ ട്രെയിനുകളൊക്കെയാണ് ഇവിടെ എത്തുക. പാസഞ്ചർ ഇപ്പം ഇല്ല, ഇപ്പോൾ പറഞ്ഞത് അൺറിസർവ്ഡ് സ്പെഷ്യലിനാണ്. ആ ട്രെയിനുകളൊക്കെയാണ് ഞാൻ ഇവിടെ നിർത്തി കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേഷനായിട്ട് തന്നെ കൺസിഡർ ആണ് ഞാൻ പറയാം. കാരണം കലാമണ്ഡലം ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് വെച്ച് കഴിഞ്ഞാൽ അത്രയും നന്നാവും. ഈ സ്റ്റേഷനിൽ കുറച്ചുകൂടെ കൂടുതൽ ട്രെയിൻ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ഉപകാരം കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ മുമ്പിലോട്ട് എടുത്തപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ചാറ്റൽ മഴ തുടങ്ങിയിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ചെറിയ മഴ എന്ന് വിചാരിച്ചൊരു വലിയ മഴയിലേക്ക് എത്തി. പക്ഷെ എന്നാലും ഞാനത് നോക്കിയില്ല. ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ കയറിയോണ്ട് തന്നെ ഞാൻ മൊത്തം അതിന് വേണ്ടി തന്നെ ഒരു എഫേർട്ട് ഇട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഈ സ്റ്റേഷൻ അധികം നിർത്തിയിടാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേഗം വണ്ടി എടുത്തുകൊണ്ട് മഴ അധികം കിട്ടാൻ തന്നെ നമുക്ക് ബാക്കിയുള്ളൊരു സ്ട്രെച്ചിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു ഭാഗം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഭാരതപ്പുഴ എത്തുന്നതിന് മുന്നേ വരെ തന്നെ നല്ല അടിപൊളി സ്ട്രെച്ച് തന്നെയാണ് ഈ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ആണെങ്കിൽ പോലും. പിന്നെ ഈ ഒരു ഭാഗത്തുമ്പോൾ തന്നെ എല്ലാവരും നല്ല ശ്രദ്ധിക്കും കേട്ടോ. കാരണം ഭാരതപ്പുഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ട് തന്നെ എല്ലാവരും മെയിനായിട്ട് ഈ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ ട്രെയിൻ പോകുമ്പോൾ എല്ലാവരും നോക്കാട്ടോ ചെയ്യുക ഒരു വ്യൂ. നമുക്ക് അപ്പുറത്ത് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈവേ ആട്ടോ, അതിൻ്റെ പാരലി പോകുന്നത്. അതിൻ്റെ അപ്പുറത്തെ ഒരു ബ്രിഡ്ജ് എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കത്തിൽ പൊളിഞ്ഞതാട്ടോ.
പിന്നെ ഞാൻ എന്തായാലും കുറച്ചുകൂടെ വെള്ളം പ്രതീക്ഷയാണ് വന്നതെങ്കിലും വെള്ളം കുറവായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു പാലത്തിൻ്റെ പണിയും നടക്കുന്നുണ്ട്, നമുക്ക് കാണാം പാലം പൊളിച്ച് മാറ്റിയിരിക്കുന്നത്. പുതിയ സ്ലീപ്പറാട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഷൊർണൂർ സ്കിപ്പ് ചെയ്താട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. ലെഫ്റ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ഷൊർണൂർ ഓട്ടോ. നമ്മൾ ഷൊർണൂർ കയറില്ല, കാരണം ഷൊർണൂർ കയറി കഴിഞ്ഞാൽ കുറച്ച് സമയം അവിടെ വണ്ടി ഇടാണ്ട് പോയില്ല, ഒരു 15-20 മിനിറ്റ് എന്തായാലും അവിടെ നിർത്തും. അപ്പോൾ നമ്മൾ റൈറ്റ് എടുത്ത് ഷൊർണൂർ ബൈപ്പാസ് ചെയ്ത് നമ്മൾ നേരെ പാലക്കാട് സ്ട്രെച്ചിലേക്കാട്ടോ കയറുന്നത്. ഷൊർണൂരിൽ കുറച്ച് മുമ്പ് വരെ പാലക്കാട് പോകുന്ന എല്ലാ വണ്ടികളും നിർത്തിയിരുന്നു കേട്ടോ. ലാസ്റ്റായിട്ട് അവിടെ പോകുന്ന ശബരിയാണ്. ശബരി ജാനുവരി 1-ാം തീയതി മുതൽ അവിടെ കേരളം നിർത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ അറിവിൽ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോകുന്ന ഒരു ട്രെയിനും ഷൊർണൂർ പോകാണ്ട് ബൈപ്പാസ് ചെയ്താട്ടോ പോകുന്നത്. അപ്പോൾ ഈ റൂട്ടിലും നമുക്ക് നല്ല അടിപൊളി കാഴ്ചകൾ തന്നെ കിട്ടിയിട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ട്. നമ്മൾ ആ ലൈനിൽ കയറിയിട്ട് പിന്നെ പഴയ പോലെ തന്നെ സ്പീഡ് എടുത്ത് തുടങ്ങി. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ അടിപൊളി കാഴ്ച എന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡിൽ മൊത്തം പാടം കേട്ടോ. നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് ഒന്ന് നോക്കുമ്പോൾ ഭാരതപ്പുഴ ഇങ്ങോട്ട് വരുന്ന കാണാം കേട്ടോ. ഈ വഴി കൂടെ നമുക്ക് ഭാരതപ്പുഴ ഒഴുകുന്നതും ഈ ഒരു അപ്പുറത്തെ പാടവും ഈ സ്ട്രെച്ചും കൂടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് യാത്ര എൻജോയ് ചെയ്ത് പോകാം കേട്ടോ. മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു സ്ട്രെച്ച് എന്ന് പറയുന്നത് എങ്ങനെ നോക്കി കണ്ടാലും മഴയത്ത്, പ്രത്യേകിച്ച് മോൺസൂൺ സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പച്ചപ്പാട്ടോ ഫുള്ളായിട്ട് നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റുക. പച്ചപ്പിൽ നമുക്ക് മഴയും കൂടെ ഒരു ചെറിയ ഡ്രിസിലും കൂടെ എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ. അതും കൂടെ ഞാൻ ആസ്വദിച്ച് പോരുന്നത്. പിന്നെ ആ സമയത്തുമ്പോഴത്തേക്ക് നമുക്ക് തിരക്ക് കുറഞ്ഞ് ഇറങ്ങിയ കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു ഫ്രീ ആയിട്ട് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നു കേട്ടോ. ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മണി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഓഫീസ് ടൈം കഴിഞ്ഞ് എല്ലാവരും നല്ല ടയർഡായിട്ട് തന്നെ നിൽക്കുന്ന കാഴ്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റിയിരുന്നത് മൊത്തത്തിൽ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സ്റ്റേഷനായ മായന്നൂരിലേക്കാണ് കേട്ടോ ട്രെയിൻ ചെന്നുകൊണ്ടിരുന്നത്. സോ മായന്നൂർ ഇറങ്ങാനുള്ള എല്ലാവരും തന്നെ ഒരുവിധം ബാഗ് എടുത്ത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. കുറേ പേർക്കൊന്നും അതുവരെ തന്നെ ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ല, സീറ്റൊന്നും കിട്ടിയിരുന്നില്ല. സോ എല്ലാവരും നിൽക്കുമ്പോൾ തന്നെ നല്ല വയ്യാണ്ടായിട്ടായിരുന്നു, എങ്ങനെയും ഇറങ്ങിയാൽ മതി എന്നുള്ള രീതിക്കായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് മഴ ഒന്ന് കൂടിയിരുന്നു. അപ്പോൾ എല്ലാവരും വീണ്ടും എല്ലാവർക്കും ഒന്നുകൂടെ മുഖത്താകുമ്പോൾ വിഷമമായിട്ടോ മഴ കൂടിയത് തന്നെ. കാരണം ഇറങ്ങി പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ചെറിയ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് വലിയ വണ്ടി അങ്ങനെ കിട്ടാനുള്ള ഫെസിലിറ്റി ഇല്ലാതെ കേട്ടോ എനിക്ക് കണ്ടിട്ട് തോന്നിയത്. പക്ഷേ ഇവിടെയൊന്നും നമ്മുടെ ട്രെയിനിന് അധികം ഒരു ഹോൾട്ട് എന്ന് പറയാനായിട്ടില്ല കേട്ടോ. പറഞ്ഞ പോലെ തന്നെ 2 മിനിറ്റ് തന്നെ ഹോൾട്ട് ഉണ്ടായിരുന്നത്. ക്രോസിങ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ നമുക്ക് പണി കിട്ടാം. ഒരു കോയമ്പത്തൂർ, ഒരു കണ്ണൂർ ഇൻ്റർസിറ്റി ഉണ്ട്, അതിൻ്റെയൊക്കെ ക്രോസിങ് കിട്ടാമായിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടേനെ കേട്ടോ. ഈ സമയത്തുള്ള ഒരു ട്രെയിനുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ട്രെയിനുകളാണ്. നമ്മുടെ തൊട്ട് ബാക്കിൽ തന്നെ കന്യാകുമാരി ഉണ്ട് കേട്ടോ. പക്ഷേ കന്യാകുമാരി നമ്മുടെ ട്രെയിൻ ലേറ്റ് ആയിട്ട് പോലും നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ നമ്മുടെ ബാക്കിലായിട്ട് വരുന്നത്. കാരണം മായന്നൂരിൽ നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ വീട്ടിൽ കിട്ടി തുടങ്ങുന്നത്. തിരക്ക് കുറഞ്ഞെങ്കിലും അത്യാവശ്യം നമുക്ക് നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടൊന്നും വീണ്ടും തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്ക് അത്യാവശ്യം ഒരു രീതിയിൽ ഒരു കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി തന്നെ ഇതുവരെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൊരു ഭാഗ്യം തന്നെ നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ. മായന്നൂരിൽ നിന്ന് അങ്ങനെ ട്രെയിൻ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും നല്ല അടിപൊളി തന്നെ കാഴ്ചകളാട്ടോ കിട്ടിയത്. ഒരു മാറ്റമില്ലാത്ത നമുക്ക് അടിപൊളി കാഴ്ചയായിട്ട് കിട്ടിയത്. ഡ്രസ്സിലേക്ക് കുറച്ചുകൂടെ കൂടിയത്. സത്യം പറഞ്ഞാൽ മഴ പെയ്തെന്ന് തന്നെ പറയാം. പക്ഷേ ആ സമയത്ത് പോലും ഞാനൊരു എന്താ പറയുക പച്ചപ്പ് കണ്ടിട്ട് എനിക്ക് ഫ്രെയിം എടുക്കാനേ തോന്നില്ല കേട്ടോ. ഞാൻ 2 സൈഡിലും അപ്പുറത്ത് മാറി ഷൂട്ട് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞത് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒറ്റപ്പാലം സ്റ്റേഷനിൽ എത്തുന്ന കേട്ടോ പറഞ്ഞത്. പക്ഷേ അത്ര നേരം പോലും എടുത്തിരുന്നില്ല. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ട്രെയിൻ ഒന്ന് സ്ലോ ആയി തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റേഷനായിട്ട് വേണം. ഒറ്റപ്പാലം എന്ന് വെച്ചാൽ ഒരു വലിയ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 പ്ലാറ്റ്ഫോമുണ്ടെങ്കിലും നടുക്ക് കൂടെ ഒരു 3 ട്രാക്ക് എക്സ്ട്രാ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലൂപ്പ് ലൈനിൽ കൂടെ കയറിയിട്ടാട്ടോ സ്റ്റേഷനിലേക്ക് കയറിയത്. എപ്പോഴും ട്രെയിൻ ലൂപ്പ് ലൈനിലോട്ട് കയറുന്ന സമയത്ത് സ്പീഡ് കുറയ്ക്കാട്ടോ ചെയ്യുക.
അപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല തിരക്കാട്ടോ ഇറങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാട്ടോ ചെയ്തത്, കാരണം അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാകും. കാരണം ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടത് ഇവിടെ നിന്ന് പാലക്കാടോട്ട് അത്ര തിരക്കുണ്ടാവില്ലെന്ന് കേട്ടോ. ഞാൻ പാലക്കാടിലേക്ക് ഇതുവരെ ഈ ട്രെയിനിൽ പോയിട്ടില്ല. ഞാൻ കഴിഞ്ഞ വട്ടം വന്നത് ഒറ്റപ്പാലം വരെ തന്നെയായിരുന്നു. ഒറ്റപ്പാലം വരെ ഞാൻ നല്ലോണം തിരക്ക് ഇപ്പോഴും തന്നെ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ അതേപോലെ തന്നെ രണ്ടാമത്തെ എൻ്റെ മെമോ ട്രിപ്പിൽ ഞാൻ കണ്ടുവന്നു കേട്ടോ. അങ്ങനെ അടിപൊളി യാത്രയൊക്കെ കഴിഞ്ഞ് ഞാൻ ആ മെമുവിനോടൊരു യാത്രയൊക്കെ പറഞ്ഞു, ഒരു ടാറ്റയൊക്കെ കൊടുത്തിട്ടോ ഞാൻ അവിടെ നിന്ന് പതുക്കെ ഫ്രണ്ടിലോട്ട് പോകാൻ തീരുമാനത്തിലെത്തിയത്. ഞാൻ നേരെ എന്നിട്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ വഴി കൂടെ തന്നെ നേരെ ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയ യാത്ര ഒരു 20 മിനിറ്റ് ലേറ്റായി വന്ന ട്രെയിൻ അധികം നമ്മളൊന്നും ചുറ്റിച്ചില്ല. ഒരു 10 മിനിറ്റ് ലേറ്റായിട്ട് നമ്മൾ വന്ന് ഒറ്റപ്പാലത്ത് ഇറങ്ങിയിരിക്കുക കേട്ടോ. കറക്റ്റ് സമയം എന്ന് പറയുന്നത് 5:50-നാണ്. 6 മണിയാകുമ്പോൾ നമ്മളെ കൊണ്ട് ഒറ്റപ്പാലത്ത് കൊണ്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ വരണവഴിക്ക് നമ്മൾ അടിപൊളി കാഴ്ചയൊക്കെ കണ്ട് വരാൻ പറ്റി. തിരക്കാണെങ്കിലും ഒരു അത്യാവശ്യം വിചാരിച്ച രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഗൈസ്, ബൈ.